മൈ ചാനൽ. പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ കുറിച്ച് പഠിക്കാം. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ. പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ. ആദ്യത്തെ ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ശവസംസ്കാര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ശവസംസ്കാര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്. അടുത്തത് ഓപ്പറേഷൻ യൂണിക്കോൺ. അത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അതിനെക്കുറിച്ച് ഉള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ യൂണിക്കോൺ. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഓപ്പറേഷൻ യൂണിക്കോൺ. അടുത്തതാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. അടുത്തത് ഓപ്പറേഷൻ ഇന്ദിരാവതി. കരീബിയൻ രാജ്യമായ ഹെയിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദിരാവതി. കരീബിയൻ രാജ്യമായ ഹെയിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദിരാവതി. ഒന്നും കൂടി നോക്കാം. ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ശവസംസ്കാര പദ്ധതി. ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്. ഓപ്പറേഷൻ യൂണിക്കോൺ എന്ന് പറയുന്നത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഓപ്പറേഷൻ യൂണിക്കോൺ. ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ ഇന്ദിരാവതി കരീബിയൻ രാജ്യമായ ഹെയിൽ നിന്ന് തങ്ങളെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദിരാവതി. അടുത്തത് ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര കലാപ രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്താൻ നടത്തിയ ഓപ്പറേഷൻ. ആഭ്യന്തര കലാപ രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കരുണ. ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിന് മാനുഷിക സഹായം എത്തിക്കുക എന്നതാണ് ഓപ്പറേഷൻ കരുണ. ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിന് മാനുഷിക സഹായം എത്തിക്കുക എന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ഭൂകമ്പത്തിൽ തകർന്ന സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യം. 2025 ഭൂകമ്പത്തിൽ തകർന്നവരെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ. ഒന്നും കൂടി നോക്കാം. ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര കലാപ രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്താൻ നടത്തിയ ഓപ്പറേഷൻ. ഓപ്പറേഷൻ കരുണ. ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിന് മാനുഷിക സഹായം എത്തിക്കുക. ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ഭൂകമ്പത്തിൽ തകർന്നവരെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ.
ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ. അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷൻ. ഓപ്പറേഷൻ പോളോ നൈസാമിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പോളോ. നൈസാമിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് ഗോവ, ദാമൻ ദിയു പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഈ പ്രദേശങ്ങളെ മോചിപ്പിച്ചു. ഓപ്പറേഷൻ വിജയ് എന്ന് വെച്ചാൽ ഗോവ, ദാമൻ ദിയു പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഈ പ്രദേശങ്ങളെ മോചിപ്പിച്ചു. അടുത്തത് ഓപ്പറേഷൻ മേഘദൂത്. കാർഗിൽ കൊടുമുടികളിൽ നിന്ന് നുഴഞ്ഞുകയറുന്ന പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തുക. കാർഗിൽ കൊടുമുടികളിൽ നിന്ന് നുഴഞ്ഞുകയറുന്ന പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തുകയാണ് ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ സഫേദ് സാഗർ. കാർഗിൽ യുദ്ധസമയത്ത് വ്യോമ പിന്തുണ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന പങ്കാളിത്തം. കാർഗിൽ യുദ്ധസമയത്ത് വ്യോമ പിന്തുണ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന പങ്കാളിത്തം. അതാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. അടുത്തത് ഓപ്പറേഷൻ തൽവാർ. കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാൻ തുറമുഖങ്ങളുടെ നാവിക ഉപരോധം. പാകിസ്ഥാൻ തുറമുഖങ്ങളുടെ നാവിക ഉപരോധത്തെക്കുറിച്ചുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൽവാർ. അടുത്തത് ഓപ്പറേഷൻ പരാക്രം. പാർലമെന്റ് ആക്രമണത്തിന് ശേഷം പൂർണ്ണമായ സമാഹാരം. അതിനു വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പരാക്രം. ഒന്നും കൂടി നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷനുകളാണ് ഓപ്പറേഷൻ പോളോ. നൈസാമിനെ സൈന്യത്തെ പരാജയപ്പെടുത്തി ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ വിജയ് ഗോവ, ദാമൻ ദിയു പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഈ പ്രദേശങ്ങളെ മോചിപ്പിച്ചു. ഓപ്പറേഷൻ മേഘദൂത് കാർഗിൽ കൊടുമുടികളിൽ നിന്ന് നുഴഞ്ഞുകയറുന്ന പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തുക. ഓപ്പറേഷൻ സഫേദ് സാഗർ. കാർഗിൽ യുദ്ധസമയത്ത് വ്യോമ പിന്തുണ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന പങ്കാളിത്തം. ഓപ്പറേഷൻ തൽവാർ. കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാൻ തുറമുഖങ്ങളുടെ നാവിക ഉപരോധം. ഓപ്പറേഷൻ പരാക്രം. പാർലമെന്റ് ആക്രമണത്തിന് ശേഷം പൂർണ്ണമായ സമാഹാരം. ഇത്ര ഓപ്പറേഷനുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.